പ്രിയപ്പെട്ടവരെ, ക്യൂൻ ഓഫ് ആൾ മീഡിയ ഓഫ്ര വിൻഫ്രെ എന്ന പേരിനോടൊപ്പം ലോകം ചാർത്തി കൊടുത്ത ടാഗ് ലൈൻ ഓഫ്ര വിൻഫ്രെ അവതാരക എന്ന പദവിക്ക് ആഗോളതലത്തിൽ കൃത്യമായ നിർവചനം നൽകിയ സെൽഫ് മെയ്ഡ് വുമൺ. ഇന്ന് അവർക്ക് 71 വയസ്സുണ്ട്. ഒരു കാലത്ത് 132 രാജ്യങ്ങളിലായി ഇവരുടെ ടോക്ക് ഷോ പ്രദർശിപ്പിച്ചിരുന്നു. ഓപ്രയുടെ വിജയത്തിന് പിന്നിൽ ആത്മവിശ്വാസവും നിശ്ചയദാർഢ്യവുമല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വിശ്വസിക്കുന്നത് എന്തോ അതാണ് നിങ്ങൾ, അല്ലാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നതോ മോഹിക്കുന്നതോ അല്ല. ഓരോ നിമിഷത്തിലും ജീവിക്കുക, ആ നിമിഷത്തിൽ നിങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുക. ഞാൻ ഒരിക്കലും എൻ്റെ ഭൂതകാലത്തിലല്ല ജീവിക്കുന്നത്, അതിനെ കൂടെ കൊണ്ടു നടക്കാറുമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളെ സൃഷ്ടിക്കേണ്ടത് നിങ്ങളാണ്. കൂട്ടത്തിൽ ഒന്നുകൂടി പറയട്ടെ, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു വാചകമുണ്ട്: നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയാം, എന്നാൽ നിങ്ങൾക്കാരായി തീരാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയില്ല. നമ്മളിൽ പലരുടെയും പ്രശ്നം അതുതന്നെയല്ലേ? ലോകത്തെമ്പാടുമായി അത്തരം തിരിച്ചറിവ് നേടിയ ആളുകൾ കേവലം 15% താഴെ മാത്രമാണുള്ളത്. അക്കൂട്ടരുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു മഹിളാരത്നമാണ് ഓപ്ര വിൻഫ്രെ. അറിയണം നമ്മൾ ഓപ്ര വിൻഫ്രെയുടെ ജീവിത കഥ. അതിനായി നമുക്ക് മിസിസിപ്പിയിലെ അതിവിശാലമായി കിടക്കുന്ന ഒരു പരുത്തിപ്പാടത്തേക്ക് പോകേണ്ടി വരും. അവിടെ ഒരു കൊച്ചു കുടിലിൽ 1954 ജനുവരി 29 അവിവാഹിതരായ കൗമാരക്കാർക്ക് പിറന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാം. അവളുടെ അമ്മ 18 വയസ്സുള്ള വീട്ടുജോലിക്കാരിയായ വെർണിറ്റോ ലീയും അച്ഛൻ 20കാരനായ US ആർമിയിലെ ജോലിക്കാരൻ വെർണോണിയുമായിരുന്നു. അവൾ ജനിച്ചപ്പോൾ തന്നെ അവർ വേർപിരിഞ്ഞു. അവിഹിത സന്തതിയായി പിറന്ന കുഞ്ഞിന് കടുത്ത വിശ്വാസിയായ അവളുടെ ഒരു അമ്മായി ഈടെയാണ് ബൈബിൾ നാമമായ ഓർപ്പ എന്ന് പേരിട്ടത്. എന്നാൽ അക്ഷരം തെറ്റി അവളെ വിളിച്ചത് ഓഫ്ര എന്നാണ്. കേവലം 14 വയസ്സുവരെ ആ കുട്ടി അച്ഛനെ കണ്ടിട്ട് പോലുമില്ല. 6 വയസ്സുവരെ അവൾ വളർന്നത് മുത്തശ്ശി ഹാറ്റി മേയിലിക്കൊപ്പം ആയിരുന്നു. കുഞ്ഞായിരിക്കെ അവൾ ആ കൃഷി ഫാമിലെ മൃഗങ്ങൾക്ക് മുമ്പിൽ അഭിനയിച്ച് നേരം പോക്കി. കുഞ്ഞുമോളായ ഓപ്ര വിൻഫ്രെയ്ക്ക് ധരിക്കാൻ ഉടുപ്പ് വാങ്ങിക്കൊടുക്കാൻ ആ മുത്തശ്ശിയുടെ കയ്യിൽ മതിയായ പണമുണ്ടായിരുന്നില്ല. അതിനാൽ ഉരുളക്കിഴങ്ങ് കൊണ്ടുവരുന്ന ചാക്ക് കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളായിരുന്നു അവൾ പലപ്പോഴും ധരിച്ചിരുന്നത്. ചാക്കുടുപ്പുകൾ ധരിക്കുന്നതിനാൽ ചാക്ക് പെൺകുട്ടി എന്നായിരുന്നു കൂട്ടുകാരിൽ പലരും അവളെ വിളിച്ചിരുന്നത്. സമപ്രായക്കാരായ കുട്ടികൾക്ക് ഓപ്ര വിൻഫ്രെയെ കളിയാക്കാൻ അത് ധാരാളമായിരുന്നു. മിസിസിപ്പിയിലെ ഫാം ഹൗസിൽ ഉണ്ടാകുന്ന പച്ചക്കറികളും പഴങ്ങളുമായിരുന്നു ഭക്ഷണം. ദാരിദ്ര്യമുണ്ടായിരുന്നെങ്കിലും ഒരു നേരം പോലും വിശന്നിരിക്കാൻ മുത്തശ്ശി ഇടവരുത്തിയിട്ടില്ല കേട്ടോ. കോഴിമുട്ട വിറ്റും വെള്ളക്കാരുടെ വീടുകളിൽ ജോലി ചെയ്തും അവർ പണമുണ്ടാക്കിയിരുന്നു. വാത്സല്യത്തെക്കാൾ കാർക്കശക്കാരിയായ ഹാറ്റി കൊച്ചുമകളോട് പെരുമാറിയിരുന്നത് എപ്പോഴും ഗൗരവത്തിൽ തന്നെയായിരുന്നു. മുത്തശ്ശിയുടെ കൈകൊണ്ട് ചാട്ട കൊണ്ട് അടി കിട്ടാത്ത ദിവസങ്ങൾ വളരെ കുറവായിരുന്നു. കുട്ടികളെ തല്ലി വളർത്തണമെന്ന് വിശ്വസിച്ചിരുന്ന മുത്തശ്ശി ചെറിയ ചെറിയ തെറ്റുകൾക്ക് പോലും ഓപ്രയെ ചാട്ട കൊണ്ട് അടിക്കും. ഒരിക്കൽ കിണറ്റിൽ നിന്ന് കോരി വെച്ച വെള്ളത്തിൽ വിരലുകൾ മുക്കി കളിച്ചതിനാണ് ഓപ്രയ്ക്ക് മുത്തശ്ശിയുടെ അടി കിട്ടിയത്. അടി കൊണ്ട് പുറം പൊട്ടി രക്തം വന്നു. കുറച്ചു കഴിഞ്ഞ് പള്ളിയിൽ പോകാനായി വസ്ത്രം മാറിയപ്പോൾ മുറിപ്പാടിലെ രക്തം ഉടുപ്പിലായി. മുത്തശ്ശിക്കിത് തീരെ ഇഷ്ടമായില്ല. ദേഷ്യപ്പെട്ടു. അവർ ഉടുപ്പിൽ രക്തം പറ്റിയതിനും ഓപ്രയ്ക്ക് പൊതിരെ അടി കൊടുത്തു. അടി കിട്ടിയാൽ കരയാനൊന്നും മുത്തശ്ശി സമ്മതിക്കില്ല. മുഖം തുടച്ച് ചിരിക്കണമെന്നാണ് ഹാറ്റി നിർബന്ധം പിടിച്ചിരുന്നത്. മേലു നോവുമ്പോഴും കണ്ണീര് പൊടിയുമ്പോഴും അടിയേ കിട്ടിയിട്ടില്ല എന്ന മട്ടിൽ കുഞ്ഞോപ്ര മുത്തശ്ശിയെ നോക്കി ചിരിക്കണം. പന്നികളും പശുക്കളും കോഴികളുമായിരുന്നു കുട്ടിക്കാലത്ത് ഓപ്രയുടെ കൂട്ടുകാർ. അവർ തന്നെയായിരുന്നു ഓപ്രയുടെ കഥയുടെ ആദ്യ കേൾവിക്കാരും. പള്ളിയിൽ പോകുമ്പോൾ മാത്രം ധരിക്കാനായി അവൾക്ക് ഒരു ജോഡി ചെരുപ്പുണ്ടായിരുന്നു. അതവൾ നിധി പോലെയാണ് സൂക്ഷിച്ചിരുന്നത്. ജോലിയെല്ലാം കഴിഞ്ഞാൽ ഫാമിനോട് ചേർന്ന് ഫെയ്ത്ത് യുണൈറ്റഡ് മിസിസിപ്പി പള്ളിയിലാണ് അധിക സമയവും ഹാറ്റി ചെലവഴിച്ചിരുന്നത്. ഒപ്പം ഓപ്രയെയും കൂട്ടുമായിരുന്നു. ഓപ്രയിൽ അടിയുറച്ച ഈശ്വരവിശ്വാസം വളർത്തിയെടുക്കാൻ മുത്തശ്ശിക്കൊപ്പമുള്ള ഈ ദേവാലയ സന്ദർശനങ്ങളാണ് കാരണമായത്. പ്രാർത്ഥന കഴിഞ്ഞാൽ ഹാറ്റിക്ക് ഏറെയും വായനയാണ്. അത് ഗുണം ചെയ്ത് ഓപ്രയ്ക്ക്. 2 വയസ്സുള്ളപ്പോൾ തന്നെ ഓപ്രയെ മുത്തശ്ശി വായിക്കാൻ പഠിപ്പിച്ചു. ഖണ്ഡികകൾ മനഃപ്പാടമാക്കാനും അക്ഷരസ്ഫുടതയോടെ കവിതകൾ ചൊല്ലാനും ഓപ്രയ്ക്ക് കഴിഞ്ഞിരുന്നു. ഓപ്രയുടെ വാക്ചാതുര്യം തിരിച്ചറിഞ്ഞ ഹാറ്റി ഓപ്രയെ കൊണ്ട് ബൈബിൾ കഥകളും കവിതകളും പള്ളിയിൽ അവതരിപ്പിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ എന്ന് തുടങ്ങുന്ന ഒരു ബൈബിൾ പ്രസംഗം ഈസ്റ്റർ ദിനത്തിൽ പള്ളിയിലെത്തിയ വിശ്വാസികൾക്ക് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ കേവലം 3.5 വയസ്സ് മാത്രമായിരുന്നു ഓപ്രയുടെ പ്രായം. വലിയൊരു ആൾക്കൂട്ടത്തിന് മുമ്പിൽ
ഒരു സഭാകമ്പവുമില്ലാതെ ബൈബിൾ കഥകൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ കുഞ്ഞിനെ അനുഗ്രഹിക്കപ്പെട്ടവളെന്നാണ് നാട്ടുകാർ വിശേഷിപ്പിച്ചത്. വൈകാതെ മുത്തശ്ശി കൊച്ചുമകളെ നേഴ്സറിയിലേക്ക് അയച്ചു. പക്ഷേ നേഴ്സറിയിലെ കൂട്ടുകാരുമായി സൗഹൃദം സ്ഥാപിക്കാൻ ഓപ്രയ്ക്ക് കഴിഞ്ഞില്ല. ഓപ്ര അധ്യാപികയ്ക്ക് ഒരു നാൾ ഒരു കത്ത് എഴുതി വെച്ചു. പ്രിയപ്പെട്ട മിസ്, ഞാൻ ഈ ക്ലാസിൻ്റെ ഭാഗമാണെന്ന് എന്തോ എനിക്ക് അനുഭവപ്പെടുന്നില്ല. ഇങ്ങനെ തുടങ്ങുന്ന ആ കത്ത് വായിച്ച അധ്യാപിക ഓപ്രയുടെ ഭാഷയുടെ സൗന്ദര്യവും അവളുടെ മിടുക്കും തിരിച്ചറിഞ്ഞ് അവൾക്ക് 1-ാം ക്ലാസ്സിലേക്ക് സ്ഥാനക്കയറ്റം നൽകി. തൊട്ടടുത്ത വർഷവും കിട്ടി അതുപോലെ ഒരു സ്ഥാനക്കയറ്റം. 2-ാം ക്ലാസ്സിന് പകരം 3-ലേക്ക്. മുത്തശ്ശിയുടെ കടും പിടുത്തം പലപ്പോഴും കുഞ്ഞോപ്രയെ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ടെങ്കിലും മുതിർന്നപ്പോഴാണ് തൻ്റെ വ്യക്തിത്വം പാകപ്പെടുത്തിയെടുക്കുന്നതിൽ മുത്തശ്ശിയുടെ പങ്ക് ഓപ്ര തിരിച്ചറിഞ്ഞത്. മുത്തശ്ശിയുടെ ദൈവവിശ്വാസം മാത്രമല്ല ഓപ്ര ജീവിതത്തിലേക്ക് പകർത്തിയത്, വായിക്കാനും ചിന്തിക്കാനും പ്രതിസന്ധികളിൽ മനസ്സ് തളരാതെ പിടിച്ചു നിൽക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും ഓപ്ര പഠിച്ചു. അവരിൽ നിന്നായിരുന്നു ഈ ഗുണങ്ങളെല്ലാം ഓപ്രയ്ക്ക് ലഭിച്ചത്. മുത്തശ്ശിയോടൊപ്പം ജീവിച്ചിരുന്ന കാലത്ത് കിണറ്റിൽ നിന്നും വെള്ളം കോരി പാത്രങ്ങൾ നിറയ്ക്കേണ്ടതും പന്നികൾക്കും പശുവിനും കോഴികൾക്കും തീറ്റ കൊടുക്കേണ്ടതുമെല്ലാം കുഞ്ഞോപ്രയുടെ ജോലിയായിരുന്നു. അത് കഴിഞ്ഞു വരുമ്പോഴേക്കും മുത്തശ്ശി തുണികൾ വൃത്തിയാക്കാനായി വലിയ ഒരു ഇരുമ്പ് പാത്രത്തിൽ പുഴുങ്ങാൻ തുണികൾ ഇട്ടിരിക്കും. ആവി ഉയരുന്ന പാത്രത്തിൽ നിന്ന് മുത്തശ്ശി തുണികൾ ഓരോന്നോരോന്നായി വലിച്ചെടുത്ത് ഉണങ്ങാനിടുന്നത് ഏറെ കൗതുകത്തോടെ നോക്കിയിരിക്കും. ഒരു നല്ല വീട്ടുജോലിക്കാരി എങ്ങനെയായിരിക്കണമെന്ന് ഉള്ള ഉപദേശങ്ങൾ നൽകുകയാണ് മുത്തശ്ശി. മുത്തശ്ശിയും അമ്മയും വീട്ടുജോലിക്കാരായിരുന്നു. അമ്മൂമ്മയുടെ അമ്മ അടിമയും അവിവാഹിതരായ അമ്മയുടെ മകളായ ദരിദ്ര കുടുംബത്തിൽ പിറന്ന ഓപ്ര പാരമ്പര്യം തുടർന്നുകൊണ്ട് ഒരു വീട്ടുജോലിക്കാരിയാകണമെന്ന് മാത്രം സങ്കല്പിക്കാനേ ആ മുത്തശ്ശിക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. മാന്യതയോടെ ബഹുമാനത്തോടെ പെരുമാറുന്ന, ബാക്കി വരുന്ന ഭക്ഷണം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്ന നല്ലവരായ വെളുത്ത യജമാനന്മാരുടെ വീട്ടിൽ സമാധാനത്തോടെ ജോലി ചെയ്യാൻ കൊച്ചുമകൾക്ക് കഴിയണം. അതിൽ കൂടുതലൊന്നും ഹാറ്റിക്ക് സ്വപ്നം കാണാൻ പോലും സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഓപ്ര, ഞാനീ ചെയ്യുന്നതെല്ലാം ഇപ്പോഴേ നീ നോക്കി പഠിച്ചുകൊള്ളണം. ഒരു ദിവസം ഇതെല്ലാം തനിയെ ചെയ്യേണ്ടി വരും. പുഴുങ്ങിയെടുത്ത തുണികൾ കഴുകി വൃത്തിയാക്കി അയയിൽ ഉണക്കാനിടുന്നതിനിടയിൽ ഒരിക്കൽ ഹാറ്റി പറഞ്ഞു. എന്നാൽ തുണികൾ അയയിൽ വിരിച്ച് ഏപ്രണിൽ നിന്ന് തുണി പറന്നു പോകാതിരിക്കാനുള്ള ക്ലിപ്പുകൾ എടുത്ത് തുണിയുടെ ഇരുവശത്തുമായി പിടിപ്പിക്കുന്ന മുത്തശ്ശിയെ നോക്കി ഓപ്ര കുറച്ചു നേരം ഇരുന്നു. പക്ഷേ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ അവൾക്ക് തോന്നി, അല്ല, ഇതല്ല നിൻ്റെ വഴി, ഇതായിരിക്കില്ല നിൻ്റെ ജീവിതം. വീടിൻ്റെ പിന്നാമ്പുറത്ത് അയയിൽ തുണികൾ വിരിക്കുകയല്ല, മറ്റു പലതും ജീവിതത്തിൽ നിനക്ക് ചെയ്യാനുണ്ട്. ആരാകണമെന്നല്ല, ആരായിരിക്കില്ലെന്ന് 4-5 വയസ്സുള്ളപ്പോൾ ഓപ്ര തീർച്ചപ്പെടുത്തുകയായിരുന്നു. മുത്തശ്ശി അതീവ കർക്കശക്കാരി ആയതിനാൽ ഓപ്ര ചെറുപ്പത്തിലെ എഴുതാനും വായിക്കാനും പഠിച്ചെടുത്തു. അടുത്തുള്ള പള്ളിയിൽ കവിതകളും ബൈബിളും വായിക്കുന്നത് മാത്രമായിരുന്നു അവളുടെ ഏക സന്തോഷം. പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് എല്ലാ ദിവസവും അവൾ തൻ്റെ കൊച്ചു ബുക്കിൽ അന്ന് നടന്ന പ്രധാന സംഭവങ്ങൾ എഴുതി വയ്ക്കുമായിരുന്നു. സങ്കടകരമായ കാര്യങ്ങളല്ലാതെ മറ്റൊന്നും എഴുതാനുണ്ടായിരുന്നില്ല ആ കൊച്ചുകുട്ടിക്ക്. ഒരിക്കൽ ഒരു പുരോഹിതൻ ആ പുസ്തകം കാണാനിടയായി. അദ്ദേഹം അവളോട് പറഞ്ഞു, അതാത് ദിവസങ്ങളിൽ നല്ല കാര്യങ്ങളാണ് എഴുതേണ്ടത്. അതിന് തൻ്റെ ജീവിതത്തിൽ എന്ത് നല്ല കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്? പുരോഹിതൻ പറഞ്ഞു, നിനക്ക് ഇന്ന് ഭക്ഷണം കിട്ടിയില്ലേ? അതുണ്ടാക്കാൻ ജോലിയെടുത്തവരെ നന്ദിയോടെ ഓർത്ത് എഴുതിക്കൂടെ? ശുദ്ധമായ വെള്ളം നിനക്കിന്ന് ലഭിച്ചില്ലേ? നിന്നോട് സ്നേഹത്തോടെ പെരുമാറിയവരില്ലേ? അല്ലെങ്കിൽ നിന്നോട് അനുകമ്പ കാണിച്ച ആരെങ്കിലും ഒരു ദിവസം ഉണ്ടാകില്ലേ? അവരെയൊക്കെ നന്ദിപൂർവ്വം ഓർക്കുക. അത് നീ എഴുതി വയ്ക്കുക. അവളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് സ്പോട്ടായിരുന്നു ഈ അറിവ്. അവൾ അറിയാതെ ലോ ഓഫ് അട്രാക്ഷൻ അവളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. തുടർന്നവൾ എഴുതിയതത്രയും ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ആയിരുന്നു. അവൾക്ക് 6 വയസ്സ് കഴിഞ്ഞപ്പോൾ വളരെ അപകടകരമായ ജീവിത സാഹചര്യങ്ങളിൽ അമ്മയോടും 2 അർത്ഥ സഹോദരങ്ങളോടുമൊപ്പം ജീവിക്കേണ്ടി വന്നു. അവിടെ അർത്ഥ സഹോദരന്മാരും അമ്മാവനും അമ്മയുടെ ചങ്ങാതിമാരും അവളെ ആവർത്തിച്ച് ബലാത്സംഗം ചെയ്തു. ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒട്ടേറെ ബാധ്യതകളുള്ള അവളുടെ അമ്മയ്ക്ക് പ്രതികരിക്കാനൊട്ട് കഴിഞ്ഞതുമില്ല. ആ കുട്ടിയുടെ ദുരാനുഭവം അവിടെ തീരുന്നില്ല. അവൾ സ്കൂളിൽ പലപ്പോഴും മുടങ്ങി, പണം മോഷ്ടിക്കാൻ തുടങ്ങി, വീട് വിട്ട് ഓടിപ്പോയി. അമ്മ ഒടുവിൽ അവളെ ഒരു തടവ് കേന്ദ്രത്തിലാക്കാൻ നിർബന്ധിതയായി. പിന്നീട് ഗത്യന്തരമില്ലാതെ അവളെ നാഷണൽ വില്ലയിൽ അച്ഛനോടൊപ്പം ജീവിക്കാൻ വിട്ടു. 14-ാം വയസ്സിൽ അവൾ ഗർഭിണിയായി. പക്ഷെ അതുപോലും അവൾക്ക്
ആരോടും തുറന്നു പറയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ഗർഭിണിയായ അവളെ തുടർന്ന് ആ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കില്ലെന്ന് അവളുടെ അമ്മ കട്ടായം പറഞ്ഞു. സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു അറുതിയില്ലാത്തതിനാൽ ആത്മഹത്യ ചെയ്യാൻ വരെ അവൾ ആലോചിച്ചു. അവളുടെ അച്ഛൻ ഈ സമയത്ത് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറായി. അതിനിടയ്ക്ക് മാസം തികയാതെ പ്രസവിച്ച കുഞ്ഞ് മരിച്ചുപോയി. ബലാത്സംഗം ചെയ്യപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, അരക്ഷിതയായി, നിരാശിതയായി അവൾക്ക് അവൾ തന്നെ കയ്പായി തീർന്നിട്ടും അവൾ കീഴടങ്ങിയില്ല. ആ അവസരത്തിൽ അച്ഛൻ കുറച്ചെല്ലാം സാമ്പത്തിക സഹായം ചെയ്തു. അവൾ മിടുമിടുക്കിയായി പഠിക്കുന്ന ഒരു കുട്ടിയായി മാറി. അവൾ നാടകങ്ങളിലും മറ്റ് ചർച്ചകളിലുമൊക്കെ സജീവ പങ്കാളിയായി. ടെന്നീസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവൾ സ്കോളർഷിപ്പ് നേടുക കൂടി ചെയ്തു. അടുത്ത വർഷം യുവജനങ്ങളുടെ വൈറ്റ് ഹൗസ് കോൺഫറൻസിൽ ക്ഷണിതാവായി. നാട്ടിലെ പ്രാദേശിക റേഡിയോയിൽ വാർത്താ വായനക്കാരിയായി അവൾക്കൊരു ജോലിയും കിട്ടി. അപ്പോഴാണ് ലോകപ്രസിദ്ധ സിനിമാ സംവിധായകൻ സ്പിൻബർഗ് കളർ പർപ്പിൾ എന്ന നോവൽ സിനിമയാക്കുന്നതായി അറിഞ്ഞത്. അവൾക്കേറെ ഇഷ്ടപ്പെട്ട നോവലായിരുന്നു അത്. അതിൽ അഭിനയിക്കാൻ തീവ്രമായി അവൾ ആഗ്രഹിച്ചു. ഒടുവിൽ അത് സാധ്യമാവുകയും അതിൻ്റെ പേരിൽ ഓസ്കാർ നോമിനേഷൻ ലഭിക്കുകയും ചെയ്തു. അതോടെ അവളുടെ പ്രസക്തി ഏറി വന്നു. വീണ്ടും ചില സിനിമകളിലേക്ക് ക്ഷണം ഉണ്ടായെങ്കിലും അവൾ ടെലിവിഷനിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കഠിനാധ്വാനവും അർപ്പണബോധവും കഴിവും അവളെ മറ്റാർക്കും ഇതുവരെ എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ടെലിവിഷൻ രംഗത്തെ അത്യുജ്വലമായ പ്രതിഭയാക്കി മാറ്റി. ഓഫ്ര വിൻഫ്രിയുടെ സത്യസന്ധവും ആകർഷകവുമായ വ്യക്തിത്വം പ്രോഗ്രാമിനെ പെട്ടെന്ന് തന്നെ വളരെ പ്രശസ്തിയുള്ളതാക്കി മാറ്റി. AM ഷിക്കാഗോ എന്ന പ്രഭാത പരിപാടി ചെയ്യുന്ന കാലത്ത് ആ പരിപാടിയുടെ മികവ് കണ്ട് 20 മാസത്തിന് ശേഷം അതിന് ദ ഓപ്ര വിൻഫ്രെ ഷോ എന്ന പേരിട്ടു. തികച്ചും സത്യസന്ധമായ ടോക്ക് ഷോകൾ അമേരിക്കൻ ടെലിവിഷൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് സ്ഥിരമായി ലഭിച്ചിരുന്ന പരിപാടിയാക്കി മാറ്റി. വർണ്ണവിവേചനം, എയ്ഡ്സ്, ലൈംഗിക പീഡനം എന്നീ വിഷയങ്ങൾക്ക് മുൻഗണന നൽകുന്ന പരിപാടിയുടെ പഴയകാല എപ്പിസോഡുകൾ ഇപ്പോഴും ധാരാളം പേരെ ആകർഷിക്കുന്ന ഒന്നാണ്. വിൻഫ്രി അവതരിപ്പിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ആശയങ്ങൾ അമേരിക്കൻ യുവത്വത്തിൻ്റെ ചിന്തകളെ പോലും സ്വാധീനിച്ചിരുന്നു. 2000 ആണ്ടിൽ ഇവർ ഓ എന്നൊരു മാസികയും തുടങ്ങി. 2020 ഓയുടെ പ്രിൻ്റ് വെർഷൻ അവസാനിപ്പിച്ചു. എങ്കിലും പിന്നീട് ഇത് ഓപ്ര ഡെയിലി ഡിജിറ്റൽ ഉൽപ്പന്നമായി റീബ്രാൻഡ് ചെയ്തു. വർഷത്തിൽ 4 തവണ പ്രസിദ്ധീകരിക്കുന്ന ഓ ക്വാർട്ടർലി പ്രിൻ്റഡ് പതിപ്പുകൾ ഇപ്പോൾ ഉണ്ട്. ഒരിക്കൽ ഓഫ്ര വിൻഫ്രെ ഷോയിൽ ഗസ്റ്റായി എത്തിയ ബിഷപ്പ് TD ജെയ്സ്കിനോട് സംഭാഷണ മധ്യേ ഓപ്ര ഉന്നയിച്ച ഒരു ചോദ്യം ഏറെ പ്രസക്തിയുള്ളതായിരുന്നു. ഒരുപാട് വേദനിപ്പിച്ച ഒരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കാനാകും? കുട്ടികളും മാതാപിതാക്കളെക്കുറിച്ചുള്ള കുട്ടികളുടെ പ്രതീക്ഷകളും എന്ന ചർച്ചയിലാണ് ഈ ചോദ്യം അവർ ഉന്നയിച്ചത്. എന്നത്തെയും പോലെ അതിഥിക്ക് നേരെ തൊടുത്ത ആ ചോദ്യത്തിന് പിന്നിലും ആത്മാനുഭവത്തിൻ്റെ പൊള്ളുന്ന വേദന ഓപ്ര അടക്കി പിടിച്ചിരുന്നു. ഞാനും അമ്മയും തമ്മിലുള്ള ബന്ധം സങ്കീർണമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് എന്നും ഓപ്ര മറുപടി പറയാറുള്ളത്. അമേരിക്കയിലെ ദരിദ്ര സംസ്ഥാനങ്ങളിലൊന്നായ മിസിസിപ്പിയിലെ കറുത്ത പെൺകുട്ടികളുടേതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല വെർണിയുടെ ജീവിതവും. അവർ വിദ്യാഭ്യാസം നേടിയിരുന്നില്ല, ഒപ്പം ദാരിദ്ര്യവും. മാതൃത്വമെന്ന വാക്കിനോട് ചേർത്ത് വായിക്കാൻ നിർബന്ധിക്കപ്പെട്ട മമതയുടെയോ ത്യാഗത്തിൻ്റെയോ പ്രതീകമായിരുന്നില്ല ആ കൗമാരക്കാരി അമ്മ. മറ്റു മക്കളോട് കാണിച്ചിരുന്ന കരുതലും സ്നേഹവും അമ്മ ഒരിക്കൽ പോലും തന്നോട് കാണിച്ചിരുന്നില്ലെന്ന് ഓപ്ര പലപ്പോഴും വിലപിക്കാറുണ്ടായിരുന്നു. എൻ്റെ ചർമ്മത്തിൻ്റെ നിറമായിരുന്നു പ്രശ്നമെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി. അമ്മയെക്കാളും സഹോദരങ്ങളെക്കാളും ഇരുണ്ടവളായിരുന്നു ഞാൻ. എങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കിയതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കത് മനസ്സിലായി. ബുദ്ധിമതിയായ ഓപ്രയേക്കാൾ കുറച്ചുകൂടി തെളിഞ്ഞ ചർമ്മമുള്ള സഹോദരിക്കാണ് വീട്ടിൽ അഭിനന്ദനങ്ങൾ ലഭിച്ചിരുന്നത്. സ്നേഹവും വാത്സല്യവും ശ്രദ്ധയും ആവോളം കിട്ടിയെങ്കിലെന്ന് കൊതിച്ചിട്ടുണ്ട് ആ പെൺകുട്ടി. നെഞ്ചോട് ചേർത്ത് പിടിച്ച് നീയും മിടുക്കിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിലെന്ന് മോഹിച്ച ആ ബാല്യത്തിലായിരിക്കണം നിറത്തിലൂടെ അല്ലാതെ തിരിച്ചറിയപ്പെടണമെന്ന വാശി ഒരുപക്ഷെ ഓപ്രയിൽ കുരുത്തത്. അമ്മയ്ക്കൊപ്പം എന്നെ കാണാൻ അമ്മ താല്പര്യം പ്രകടിപ്പിച്ചത് ഞാൻ പ്രശസ്തയായതിന് ശേഷമാണ്. ഞങ്ങൾക്കിടയിൽ ശക്തമായ ആത്മബന്ധമൊന്നുമില്ല. അമ്മയ്ക്കൊരിക്കലും ഞാൻ എന്താണെന്നോ എങ്ങനെയാണെന്നോ അറിയില്ലായിരുന്നു. ഞങ്ങളുടെ ബന്ധം സങ്കീർണമായിരുന്നു. വ്യത്യസ്തമായിരുന്നു വെർണിയുടെ നിലപാട്. ഓപ്രയ്ക്ക് നൽകിയ ഏറ്റവും മികച്ച സമ്മാനത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഒരഭിമുഖത്തിൽ വെർണിറ്റ മറുപടി നൽകിയത് ഇങ്ങനെയാണ്: ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു.
അവൾ ഇപ്പോൾ മനുഷ്യരെ സ്നേഹിക്കുന്നത് പോലെ തന്നെ. മനുഷ്യരെ സ്നേഹിക്കാൻ ഓപ്ര പഠിച്ചത് തന്നിലൂടെയാണെന്നും ഓപ്ര എന്തെങ്കിലുമായി തീരുമെന്ന് തനിക്ക് ഉറപ്പുണ്ടായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു. തികച്ചും മനോഹരമായിരുന്നു അമ്മയോടുള്ള ഓപ്രയുടെ പ്രതികാരം. ഒരിക്കലും പ്രതികാരം എന്ന വാക്ക് ഉപയോഗിക്കാൻ ഓപ്ര താല്പര്യപ്പെടുന്നില്ലെന്നത് വേറെ കാര്യം. വെന്നിക്കൊടികൾ പാറിച്ചുകൊണ്ട് ഓപ്രയുടെ ജീവിതം മുന്നോട്ട് കുതിച്ചതോടെ വെർണിറ്റയുടെ ജീവിതത്തിലും നിറങ്ങൾ വന്നു ചേർന്നു. സ്നേഹം പോലും പങ്കുവയ്ക്കാൻ മടിച്ച അമ്മയ്ക്ക് അവൾ വീട് വെച്ചു നൽകി, അതും മനോഹരമായൊരു ഭവനം. അർത്ഥ സഹോദരങ്ങൾക്കെല്ലാം നല്ല ജീവിതം ഉറപ്പുവരുത്തി. ഒരാളോട് ക്ഷമിക്കുക എന്നാൽ ഭൂതകാലത്തെ സ്വയം അംഗീകരിക്കലാണെന്നാണ് ഓപ്ര പറയുന്നത്. ഭൂതകാലത്തിൻ്റെ തടവറയിൽ നിന്ന് അപ്പോൾ മനുഷ്യൻ മോചിതനാകും. മാനസിക വ്യഥയെ ഇല്ലാതാക്കാനും മനസമാധാനം കൈവരിക്കാനും സഹായിക്കുന്ന മരുന്നാണ് ഓപ്രയെ സംബന്ധിച്ചിടത്തോളം മാപ്പു നൽകൽ. ആത്മാവിനെ കെട്ടിവരിഞ്ഞ ചിന്തകളിൽ നിന്ന് ഒരുവനെ സ്വതന്ത്രനാക്കുന്ന ശക്തിയാണ് ഈ മഹാമരുന്ന്. എന്തായാലും കാലം ആ അമ്മയും മകളും തമ്മിലുള്ള അകലം കുറച്ചു. മനസ്സിലെ മുറിവുകൾ ഉണക്കി. അമ്മയോട് ക്ഷമിക്കാൻ പാകത്തിൽ ഓപ്ര എന്ന വ്യക്തി വളർന്നിരിക്കുന്നു. ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് TV പ്രേക്ഷകരുടെ പ്രിയ ടോക്ക് ഷോ ആയ ഓപ്ര വിൻഫ്രി ഷോയ്ക്ക് 2013 തിരശ്ശീല വീണു. തുടർച്ചയായി 25 സംവത്സരക്കാലം മുടങ്ങാതെ സംപ്രേഷണം ചെയ്ത ശേഷമാണ് മിനി സ്ക്രീനിലെ ഇതിഹാസമായി മാറിയ ഓപ്ര വിൻഫ്രിയെ ആ ഷോ അവസാനിപ്പിച്ചത്. 47 എമ്മി അവാർഡുകളാണ് വിൻഫ്രെ ഷോയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രശസ്തരായ വ്യക്തികൾ പോലും അവരുടെ പല രഹസ്യങ്ങളും വിൻഫ്രിയുടെ ഷോയിലൂടെയാണ് പങ്കുവയ്ക്കാൻ തയ്യാറായത്. കറുത്ത, ദരിദ്രയായ, പരാജിതയായ അവൾ അങ്ങനെ ശ്രദ്ധേയയായി ഇന്നിപ്പോൾ ഒരു ആഗോള സെലിബ്രിറ്റിയായി മാറിയിരിക്കുന്നു. ലോകത്തെ കറുത്തവരിൽ ഏറ്റവും വലിയ ധനികയാണ്. ഏറ്റവും പ്രധാനം ലോകത്തെ രണ്ടാമത്തെ ശക്തയായ സെലിബ്രിറ്റി ആണെന്നതാണ്. ആഫ്രിക്കയിലെ ലക്ഷക്കണക്കിന് കുട്ടികളെ ദത്തെടുത്ത് വളർത്തുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ ജീവിത സൗകര്യങ്ങളും സ്വന്തം ചെലവിൽ ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്നു. അന്താരാഷ്ട്ര സംഘടനകളും ലോക ബാങ്കും തദ്ദേശ ഗവൺമെൻറ്റുകളും മുടക്കുന്നതിനേക്കാൾ 10 ഇരട്ടിയാണ് ഓപ്ര വിൻഫ്രെ ഇന്ന് ആഫ്രിക്കൻ സ്കൂളുകൾക്കും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കുന്നത്. എല്ലാറ്റിനും അടിസ്ഥാനം അവർ ഒരിക്കലും തോൽവിക്ക് കീഴടങ്ങിയില്ല എന്നത് തന്നെ. ചിന്തയാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വിലപ്പെട്ട മുതൽ. ചിന്താരീതികൾ മാറ്റുന്നത് ഒരു വ്യക്തിയെ ഇതുവരെ എത്താത്ത ഉയരങ്ങളിലേക്ക് നയിക്കുമെന്ന് വിൻഫ്ര തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നും പങ്കുവയ്ക്കുന്ന ഏറ്റവും വലിയ സത്യം. ദാരിദ്ര്യം, ലൈംഗിക പീഡനം, സ്വയം നശിപ്പിക്കുന്ന സ്വഭാവം എന്നിവയിൽ നിന്ന് തനിക്കുള്ള കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തുടങ്ങിയപ്പോഴായിരുന്നു വിൻഫ്രയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു തുടങ്ങിയത്. ഒരു സ്ത്രീ, കറുത്ത വർഗ്ഗക്കാരി, പാവപ്പെട്ടവൾ എന്നീ വിശേഷണങ്ങളെല്ലാം ജീവിതത്തിൽ മാറ്റിമറിച്ച് ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളുടെ പട്ടികയിലേക്കും സമ്പന്നതയുടെ നെറുകയിലേക്കും ഉയർന്ന ഓപ്ര വിൻഫ്രി എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയാണ്. ഗുഡ് ബൈ.